സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. റോമർക്കെഴുതിയതായ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്നു നാം അറിയുന്നു. ഇതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയാം, നീ എന്തിനാണ് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നീ എന്തിനു ചെയ്യുന്നു ചോദിച്ചാൽ പറയും, നീയും ചെയ്യുന്നില്ലേ, അവരെല്ലാവരും ചെയ്യുന്നില്ലേ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ ചോദ്യം നിന്നോട് തന്നെ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഇക്കാലത്ത് നോക്കിയാൽ മറ്റൊരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ തെറ്റിൽ തന്നെ നീ ജീവിച്ചിട്ട് മറ്റൊരു വ്യക്തിയെ നീ ചൂണ്ടിയിട്ട് തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണിത്? നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത് കാണുവാൻ കഴിയും, ലോകക്കാരിൽ ഇത് കാണുവാൻ കഴിയും. അവർ ചെയ്തതായ കുറ്റങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുന്നവരായിട്ട് കാണാൻ കഴിയും. വിധിക്കുന്നവനായുള്ളവേ, നീ ആരാണെങ്കിലും ശരി, നീ രാജാവാണെങ്കിലും ധനവാനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും ശരി, നീ എന്താണോ ചെയ്യുന്നത് അതുതന്നെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുവാനിടയാകും. ഒരു ദിവസം ഒരു കൊച്ചു പെൺകുട്ടി ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് പതിയെ ഇങ്ങനെ അത് ചുരുട്ടിക്കൂട്ടുകയാണ്, ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ അവിടെ ഡാഡി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എടുക്കാനിടയായി. എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഇദ്ദേഹം ആരോട് സംസാരിച്ചുകൊണ്ട് അപ്പോൾ ആ കുഞ്ഞ് ഡാഡി എന്നോട് പറഞ്ഞിട്ട് ഡാഡി എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലരുടെ കൈകൾ അടങ്ങിയിരിക്കത്തില്ലോ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ച് പതിയെ ചുരുട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് പിടിച്ചോടിക്കും, അല്ലേ? നാം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇരുന്ന് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, TV നോക്കരുത് എന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ചെയ്യുന്നത്? TV നോക്കിക്കൊണ്ടേയിരിക്കും. അവരെന്ത് ചെയ്യും? നിന്റെ പിന്നാലെ വന്ന് അവിടെ വന്നിരിക്കും TV കണ്ടുകൊണ്ട്. നീ അത് കാണുന്നില്ലായിരിക്കും. നീ അത്രത്തോളം TV ആഴമായി ശ്രദ്ധിക്കുന്നു. നീ എന്ത് ചെയ്യുന്നോ അതാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. നീ എന്ത് പറയുന്നു എന്നതല്ല അവർ നോക്കുന്നത്. നീ ചെയ്യുന്നതാണ് അവർ കാണുന്നത്, അതാണ് അവർ അതുപോലെ അനുവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും റോൾ മോഡലുകൾ വേണം. അവർക്ക് വേണ്ടത് പറഞ്ഞനുസരിപ്പിക്കുന്നവരെയല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളുകളെയാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ ശീലിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അതിനെ ഒരാൾ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞു, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ പഠിപ്പിച്ചു കൊടുക്കുക, നീയും അതേ വഴിയിൽ തന്നെ നടക്കുക. നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവനോട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ അവനും നിന്റെ കൂടെ തന്നെ വരും. പശു പുല്ല് തിന്നുകയാണെങ്കിൽ അതിൻ്റെ ക്രാവ് എന്താണ് ചെയ്യുന്നത്? പശു വയലിലേക്ക് ഇറങ്ങിയിട്ട് പുല്ല് തിന്നുമ്പോൾ അതിൻ്റെ ക്രാവിനോട് പറയുകയാണ്, നീ ചെറിയ കുട്ടിയാണ്, നീ വരണ്ട, അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുകയാണെങ്കിൽ അനുസരിക്കുമോ? അതും ഇറങ്ങി വരാനിടയാകും. ക്രാവും അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെ നമ്മുടെ കുട്ടികളും ചെയ്യും. നീ നന്മ ചെയ്താൽ അവർ നന്മ ചെയ്യും, തിന്മ ചെയ്താൽ അവരും തിന്മ ചെയ്യും. നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ നിനക്കും ഉപകാരം ചെയ്യും. നീ ഒരാളെ വീഴ്ത്താൻ കുഴി കുഴിക്കുകയാണെങ്കിൽ ആ കുഴിയിൽ നീ തന്നെ വീഴും. നീ എന്തെങ്കിലും തിന്മ ചെയ്താൽ അതേ തിന്മ തന്നെ നിന്റെ നേരെ വരുവാനിടയാകും. അജാനുബാഹുവായിരുന്നതായ ഗോലിയാത്ത്, അവൻ തനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കവചമുണ്ടാക്കി. അവന്റെ ശരീരത്തിനനുസരിച്ചുള്ള ബലമുള്ളത്, അത്രയും ഭാരമുള്ളതായിരുന്നു. ആർക്കും അത് എടുക്കുവാൻ കഴിയില്ലായിരുന്നു. പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഉണ്ടാക്കിയതെടുത്തായ കത്തി, പ്രത്യേകമായി ഉണ്ടാക്കിയ കത്തി. അതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ കൊല്ലുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് നേരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. അവൻ വാളെടുത്തുകൊണ്ട് വരികയാണ് ദാവീദിന്റെ നേരെ ആക്രമിക്കുവാൻ. ദാവീദ് പറഞ്ഞു, നീ വാളും കുന്തവുമായിട്ട് വരുന്നു, ഞാനോ നീ തള്ളിക്കളഞ്ഞ ദൈവമായിരിക്കുന്ന യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നുവെന്നാണ് പറഞ്ഞത്. വാളുകൊണ്ട് ദാവീദിന്റെ തലയാണോ അറുത്തത്, അതോ അവന്റെ വാളുകൊണ്ട് അവന്റെ തല തന്നെയാണോ അറുത്തത്? നിങ്ങളത് ശ്രദ്ധിച്ചു വായിച്ചിട്ടില്ല, എപ്പോഴും കേൾക്കുന്നതല്ലേ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ. ഒരു നിമിഷം നമുക്ക്
ഒന്ന് വായിച്ചു നോക്കാം. എവിടെയാണെന്നറിയാമോ? അതോ അതും പറയണമോ? 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 45-ാം വാക്യം. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്? കല്ലുകൊണ്ടാണെന്നാണോ? കല്ലുകൊണ്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവൻ താഴെ വീഴാനിടയായി. 51-ാമത്തെ വാക്യം. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്തു കയറി നിന്നു, അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു, അവന്റെ തല വെട്ടിയെടുത്തു എന്നാണ് വായിക്കുന്നത്. ആരുടെ വാൾ കൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത്? വളരെ മൂർച്ചയായിട്ട് ഒറ്റ വെട്ടിന് തന്നെ ആരുടെ തലയും അറുക്കുവാൻ തക്കവണ്ണം നിർമ്മിച്ചു. ഗോലിയാത്ത് തന്നെയാണ് അത് നിർമ്മിച്ചത്. അവന്റെ വാൾ അവൻ തന്നെ നിർമ്മിച്ചു. നീ എന്താണോ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് നീ എന്തൊക്കെയാണോ ആലോചിക്കുന്നത്, അതാണ് നിനക്ക് വരുന്നത്. ഇന്നു മുതൽ മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കരുത്, മറ്റുള്ളവരുടെ തിന്മ ആഗ്രഹിക്കരുത്. നിന്റെ ശത്രുവാണെങ്കിലും ശരി, അവനെ ശപിക്കരുത്. നിന്നെ എതിർക്കുന്നവനെയാണെങ്കിലും അവനെ വിദ്വേഷിക്കരുത്. നിന്നെ വഞ്ചിച്ച വ്യക്തിയെ നീ വഞ്ചിക്കാൻ പോകരുത്. അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, അപ്പോൾ നീ നന്മ പ്രാപിക്കും, നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഈ വർഷത്തിൽ നീ ഒരു തീരുമാനമെടുക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ വർഷം മുഴുവനും സ്തുതി 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 എന്നതല്ലാതെ കുറ്റങ്ങൾ പറയാൻ പാടില്ല, വിമർശനങ്ങൾ പറയാൻ പാടില്ല, പിറുപിറുപ്പ് പാടില്ല, കുറ്റം പറച്ചിൽ പാടില്ല, വിധിക്കൽ പാടില്ല, നുണ പറയുവാൻ പാടില്ല, മറ്റുള്ളവരെ വിമർശിക്കരുത്. രണ്ടുപേർ തമ്മിൽ കൂടുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ. ഞാൻ അവർ പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ടു. അവർ എന്ത് സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്? അനാവശ്യമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആരും തന്നെ താൻ സംസാരിക്കുന്നതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നില്ല. അതാണ് പറയുന്നത്. ദൈവത്തിന്റെ ഭക്തന്മാർ സംസാരിക്കുന്ന സമയത്ത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അവനെ മഹത്വപ്പെടുത്തുന്നതായ വാക്കുകൾ അവന്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുമെന്നാണ്. മലാഖി പുസ്തകം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അബ്ബാ, നീ പറയുന്നതായ വാക്കുകൾ സ്മരണയ്ക്ക് വേണ്ടി എഴുതി വയ്ക്കുമെന്നാണ്. നോക്ക്, ആ മക്കൾ എത്ര വലുതായിട്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ മക്കളുടെ വാക്കുകളിൽ എത്രത്തോളം സ്നേഹമുണ്ടെന്ന്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കൂ. തങ്ങളുടെ ശത്രുക്കളോട് പോലും എങ്ങനെ സംസാരിക്കുന്നെന്ന് നോക്കുക. എൻ്റെ മക്കളുടെ വാക്കുകളിൽ എത്രത്തോളം കരുണയും ദയയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ ഭക്തന്മാർ സംസാരിക്കുന്ന സമയത്ത് എഴുതി വയ്ക്കുമെന്നാണ് പറയുന്നത്. ഈ ദിവസം ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളവയാണ്? നാം എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? സംസാരിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ചില ആളുകൾ ഒച്ച വയ്ക്കുന്നു, ബഹളം വയ്ക്കുന്നു, നിലവിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ദേഷ്യപ്പെട്ടുകൊണ്ട്, കോപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. സുബോധമില്ലാത്ത രീതിയിൽ അവർ കോപിച്ച് പ്രവർത്തിക്കുന്നു. നീ എന്താണോ ചെയ്യുന്നത് അതുതന്നെ നാളെ നിന്റെ മക്കളും ചെയ്യും. നീ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും നിന്നോട് പ്രവർത്തിക്കാനിടയാകും. ഈ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചാൽ, ഞാനിന്ന് ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒറ്റക്കാര്യം തന്നെ ഓർമ്മ വെച്ചാൽ, പിന്നെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നതെല്ലാം നന്മയായിരിക്കും, വചനപ്രകാരമായിരിക്കും, ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കും. ഇന്നു മുതൽ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം. ലോകത്തിലുള്ളതായ മനുഷ്യരെ പോലെയല്ലാതെ ഞാൻ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കും. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഞാൻ നോക്കുന്നില്ല. എന്നാൽ ഞാൻ മാത്രം ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ മറ്റുള്ളവരോട് പെരുമാറി എൻ്റെ ജീവിതത്തിൽ ജീവിക്കാനിടയാകും എന്നുള്ള തീരുമാനമെടുത്താൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി കർത്താവിൽ സമർപ്പിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട്
ഇപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ, അന്യായം ചെയ്തിട്ടുണ്ടോ, തിന്മ ചെയ്തിട്ടുണ്ടോ? കണ്ണടച്ചുകൊണ്ടൊരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ആരെക്കുറിച്ചെങ്കിലും തിന്മയായിട്ട് ചിന്തിക്കുന്നുണ്ടോ? അവരെ തകർക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് നീ ചിന്തിക്കുന്നുണ്ടോ? ജാഗ്രത, അതുതന്നെ നിന്റെ നേർക്ക് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കുക. നിന്നെ വഞ്ചിച്ചവരോട് ക്ഷമിക്കുക. നിനക്കെതിരെ തിന്മ ചെയ്ത ആളുകളോട് ക്ഷമിക്കുക. ഇനിയും വരുന്നതായ ദിവസങ്ങളിലെങ്കിലും യേശുക്രിസ്തുവിനുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ലോകത്തിൽ നടക്കുന്നതെല്ലാം അനീതിയാണ്. പകയും വിദ്വേഷവുമായിക്കൊണ്ട്, പരസ്പരം ഉപദ്രവിച്ചുകൊണ്ട്, പരസ്പരം ദോഷം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഒരാൾ മറ്റൊരാൾക്ക് അനീതി ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നു. നീയും അങ്ങനെ ജീവിച്ചാൽ എങ്ങനെ യേശു നിന്റെ ദൈവമായിട്ട് മാറും? അവനെ ഉപദ്രവിച്ചവരെ അവൻ ഉപദ്രവിച്ചില്ല. അവന്റെ വായിൽ കപടമില്ലായിരുന്നു. അവൻ അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ തന്നെ താൻ താഴ്ത്തിയേൽപ്പിച്ചു. അതുകൊണ്ടാണവൻ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുവാനിടയായി. എല്ലാ മുഴങ്കാലും അവന്റെ നാമത്തിൽ മടങ്ങും, എല്ലാ നാവും അവൻ കർത്താവെന്ന് ഏറ്റുപറയും. അത്രത്തോളം ദൈവം അവനെ ഉയർത്തി. തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുവാനിടയാകും, തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടാനിടയാകും. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ജീവിക്കാം. കർത്താവേ, ഞാൻ ആരുള്ളൂ? എന്നെ ദൂഷിക്കുമ്പോൾ ദുഷിക്കാത്തതായ, എന്നെ പരിഹസിക്കുമ്പോൾ പരിഹസിക്കാത്തതായ, എന്നെ ദ്രോഹിക്കുന്നവരോട് നന്മ പ്രവർത്തിക്കുവാനുള്ളതായ ഒരു മനസ്സ് എനിക്ക് നൽകണമേ. എല്ലാ വ്യക്തികളും വായി തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഒരു തരത്തിലുമുള്ളതായ മാറ്റങ്ങൾ ഇല്ലാതെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളുകളെ നീ ദർശിക്കണമേ. മറ്റുള്ളവർ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് അവരെ നിന്ദിക്കാതെ, അവർക്ക് തിന്മ പ്രവർത്തിക്കാതെ മൊർദെഖായി അന്ന് ചെയ്തതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ആരെല്ലാം എന്തെല്ലാം തിന്മ ചെയ്താലും, എത്രയോ കഷ്ടനഷ്ടതകൾ വന്നാലും, നീതിമാന്മാർ രക്ഷിക്കപ്പെടാനിടയാകും. ഇന്ന് സാക്ഷ്യം പറഞ്ഞ യോബിനെ പോലെ ഉള്ള ഭക്തിജീവിതം ഞങ്ങൾക്ക് നൽകണമേ. നുറുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. താഴ്മയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു തീരുമാനത്തോടെ പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതികരണങ്ങൾ ക്രിസ്തുവിന്റെ പ്രതികരണങ്ങളായിരിക്കണം. ജനത്തിന്റെ നടുവിൽ യേശുവിനെ പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഇടയാകണം. നിന്റെ വരവിന് വേണ്ടി മനസ്സാക്ഷിയെ കാത്തുകൊണ്ട് നിൽക്കുവാനും, നിന്റെ വരവിൽ എടുക്കപ്പെടുവാനും ഞങ്ങളെല്ലാം നീ സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നീ അയക്കണമേ. ഞങ്ങളുടെ സ്ഥിതിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് പുതിയൊരു ജീവിതമായിട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.